ഏഴാമത്തെ ചാപ്റ്റർ ഖലമിൻ്റെ ചാപ്റ്ററാണ്. ഖലം എന്ന് പറഞ്ഞാൽ പേന എന്നാണ് പറയുക. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഖാഫ് എന്ന ലെറ്ററാണ്. ഖാഫ് എന്ന രൂപമാണ് ഇവിടെ ഉസ്താദ് ആദ്യം കാണിക്കുന്നുള്ളത്. ഖാഫ് എഴുതുമ്പോൾ കുറച്ചു താഴ്ത്തിയിട്ടാണ് നമ്മൾ ഖാഫിനെ നമ്മൾ എഴുതേണ്ടത്. ശേഷം 2 ഡോട്ട് എടുക്കാം. അപ്പോൾ ഫ എഴുതുന്ന രൂപം, ഫ എഴുതുന്നത് ഇതേപോലെ കേട്ടോ. ഫ നമ്മൾ ഈ രൂപത്തിൽ എഴുതാം. മേലെ ഒരു ഡോട്ട് എടുക്കാം. പക്ഷേ ഖാഫ് എഴുതുന്ന സമയത്ത് നമ്മൾ കുറച്ചു താഴ്ത്തി എഴുതി പരിശീലിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ ഇവിടെ കാണിച്ച രൂപത്തിൽ തന്നെ ഖാഫ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഖ ഖീ ഖു ഈ രൂപത്തിൽ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അപ്പോൾ ഖലമുൻ ഖ ഖ ഖീ ഖു അതൊക്കെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ആക്കിയിട്ട് എഴുതി പഠിക്കുക, അതുപോലെ വായിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് അക്ഷരങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ശേഷം വരുന്ന പേജിൽ ഖ ഖീ ഖു ഖാഫ് അതിന് മേലെ എഴുതി ശീലിക്കേണ്ടതാണ്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് കോളത്തിലും അതേപോലെ ഖാഫ് എഴുതി ശീലിക്കാം. പിന്നീട് നമുക്ക് വായിക്കാനും എഴുതാണ്ടതാണ്. ഒന്നാമത്തതിൽ ഷഖ എന്നാണ് കേട്ടോ. സോറി, ഷഫ എന്നാണ് ഒന്നാമത്തതിൽ. ഷഫ എഴുതുമ്പോൾ അവിടെ ഫ എന്ന അക്ഷരമാണ് അവസാനം കാണുന്നത്. അപ്പോൾ ഫ എഴുതുന്ന രൂപം നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഫയും ഖാഫും എഴുതുന്ന രൂപം രണ്ടും ഡിഫറെൻ്റ് ആണ്. ഖാഫ് എഴുതുന്ന രൂപം താഴ്ത്തി എഴുതണം. ഫ ഒന്ന് താഴ്ത്തി എഴുതാതെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഈ കോളത്തിൽ എന്ത് ചെയ്യുക, 5 വട്ടം എഴുതാം. രണ്ടാമത്തതിൽ ഷഖ, മൂന്നാമത്തത് ഖബീഹത്തുൻ, 4 തഖദ്ദമ, 5 സബഖ. ഇതെന്ത് ചെയ്യുക, ഓരോന്നും ആ കോളത്തിൻ്റെ അകത്ത് തന്നെ 5 വട്ടം എഴുതാം. ശേഷം വരുന്നത് ഖാഫിന് വ്യത്യസ്തമായിട്ടുള്ള ഹർക്കത്തുകൾ കൊടുത്ത വേർഡാണ്. ഒന്നാമത്തത് ഖിർദുൻ ഖീ, ബഖ്ലുൻ ബഖ, ഫഖീറുൻ ഖീ, ഫലഖുൻ ഖുൻ, ബർഖിൻ ഖിൻ, ഖുർബാനുൻ ഖു, ഖാരിബുൻ ഖാ, നുഖൂദുൻ ഖൂ, ഖൽഖൻ ഖൻ. ഇതിൽ നമ്മൾ ഓരോ അക്ഷരങ്ങളും ഖാഫിന് ഫത്ഹ് ഇട്ട്, അതുപോലെ ഇവിടെ കെസ്ർ ഇട്ട്, അതുപോലെ സുക്കൂന്, കെസ്റിനെ നീട്ടാൻ യാ ഇട്ട്, തൻവീൻ ലമ്മിട്ട്, തൻവീൻ കെസ്ർ ഇട്ട്, ഖു എന്ന് പറയുമ്പോൾ ഖാഫിന് ലമ്മാണ്. ഖ എന്ന് പറയുമ്പോൾ നമ്മളെ ഫത്ഹിനെ നീട്ടാൻ അലിഫ് നൽകി. അതുപോലെ ഖൂ എന്ന് പറയുമ്പോൾ ലമ്മിനെ നീട്ടാൻ വാവ് കൊടുത്തു. ഖൻ എന്ന് പറയുമ്പോൾ തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ത് എഴുതുമ്പോൾ അലിഫ് കൂടെ എഴുതണം. അടുത്ത പേജിൽ ഖുർആനിലെ ആയത്താണ്. അത് ഖാഫ് വന്ന ആയത്താണ് ഇവിടെ ഓതുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിറബ്ബിൽ ഫലഖ് റബ്ബനാ തഖബ്ബൽ മിന്നാ വജിലത് ഖുലൂബുഹും. ഇവിടെ ഫലഖ്, ബിറബ്ബിൽ ഫലഖിൻ്റെ അവിടെ ഫലഖ് ഖാഫാണ്. റബ്ബനാ തഖബ്ബൽ മിന്ന, അവിടെ തഖബ്ബലിൻ്റെ ഖാഫാണ്. വജിലത്ത് ഖുലൂബുഹും, അവിടെ ഖുലൂബിൻ്റെ അവിടെ ഖാഫാണ്. ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഓതി പഠിക്കുക, സ്കാൻ ചെയ്ത് പഠിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ നെക്സ്റ്റ് വരുന്ന ആക്ടിവിറ്റി, ഇവിടെ ഓരോ വേർഡുകളും ജോയിൻ ചെയ്യാതാണ് എഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് വരുന്ന ബ്ലാങ്ക് കോളത്തിൽ എഴുതുക. ഖലമുൻ എഴുതിയ പോലെ തന്നെ ഖലമുൻ ജോയിൻ ചെയ്യുക. ദനബുൻ, സൗറുൻ, ഖൈലുൻ, ഹബലുൻ,
സറാഫത്തുൻ. ഇത് ഓരോന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് ശേഷം ഓരോ വേർഡിൻ്റെയും നേരെ പിക്ചർ കാണും. അപ്പോൾ യോജിച്ച രീതിയിലുള്ള പിക്ചർ, ആ പിക്ചറിൻ്റെ മീനിങ് ശരിയാവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ കലമുന എഴുതിയ പോലെ, കലമുന നേരെ പെന്നിന് നേരെ വരെയിട്ട് കാണുന്നില്ലേ, അതുപോലെ നെക്സ്റ്റ് വരുന്നത് ദറാഫത്തുൻ. ദറാഫത്ത് പറഞ്ഞാൽ ദനബ് എന്ന് പറഞ്ഞാൽ വാല് അല്ലേ, നമ്മൾ ഈ പശുവിൻ്റെ വാലിനൊക്കെ പറയില്ല, ആ വാലിനാണ് എന്താ പറയുക, ദനബ് എന്ന് പറയാം. സൗർ എന്ന് പറഞ്ഞാൽ കാള. ഖൈലുൻ കുതിര. ഹബിലുൻ കയറ്. സറാഫത്തുൻ ജിറാഫ്. അങ്ങനെ ഓരോന്നിൻ്റെ നേരെ ലൈൻ കൊടുക്കാം. ശേഷം വരുന്ന പേജിൽ ഖോ കാഫ്, ഖോഫ് കാഫ് ഡിഫറെൻ്റ് ആയിട്ട് വായിച്ച് പഠിക്കാനാണ്. ഖൽബുൻ ഖബില ഖതല. ഇനി കാഫ് ഉച്ചരിക്കുന്നത് കൽബുൻ കബില കത്തല. അപ്പോൾ കാഫും ഖോഫും ഡിഫറെൻ്റ് ആയിട്ട് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ വളരെയധികം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഉച്ചരിക്കാം. ശേഷം വരുന്നത് നിങ്ങൾക്ക് അറബി എഴുത്ത് ഉഷാറാക്കാനാണ്. നഖൂലു ഖൗലൻ സദീദ. നഖൂലു ഖൗലൻ സദീദ. ഇതെന്ത് ചെയ്യുക, താഴത്തെ 2 ലൈനിലും ആ വലിയ കോളത്തിൽ 3 കോളത്തിൽ സെൻറ്റർ ലൈനിൽ ആ ലൈന് തട്ടിട്ടാവും. ഇവിടെ വലിയ കാണുന്ന ഈ കോളത്തിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വൃത്തിയിൽ എഴുതി നിങ്ങളെ ഹാൻഡ് റൈറ്റൊക്കെ ഉഷാറാക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.